മക്കളെ, SSLC മാത്സ് ഇന്ന് നമുക്ക് ട്രിഗണോമെട്രി ചാപ്റ്ററിലെ ലാസ്റ്റ് എക്സസൈസ് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിന്റെ എക്സസൈസ് ചെയ്താലോ? 5 പ്രോബ്ലംസ് ആണുള്ളത്. കുട്ടികൾക്ക് റഫ് ഫിഗർ വരച്ച് ആൻസറിൽ എത്താൻ കൂടുതൽ വിഷമം തോന്നിക്കുന്ന ഈ പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ സിമ്പിളായി ചെയ്യാം എന്ന് നോക്കാം. മുമ്പുള്ള ക്ലാസ്സുകൾ കാണുന്നതിനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് ആ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. നോക്കൂ മക്കളെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നിന്ന് തുടങ്ങിയാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ തന്നിരിക്കുന്ന പോയിന്റ് എന്താണ്? നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരാള് 30 മീറ്റർ അകലെയുള്ള ഒരു ഷോപ്പിനെ എത്ര ആംഗിൾ ഓഫ് ഡിപ്രഷൻ 25 ഡിഗ്രി കീഴ്കോണിലാണ് കാണുന്നത് എങ്കിൽ ചോദ്യം എന്താണ്? ആ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്ര എന്നാണ് ചോദ്യം. ക്ലിയർ? ഒന്നുകൂടി പറയാം. നമ്മൾ ആദ്യം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഗ്രൗണ്ട് വരയ്ക്കണം. ആ ഗ്രൗണ്ട് വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ബേസ് വരച്ചതിന് ശേഷം ഒരു ബിൽഡിംഗ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ബിൽഡിംഗ് വരയ്ക്കുകയാണ്. ഇതാണ് ബിൽഡിംഗ്. ഓക്കെ, ഈ കെട്ടിടം വരച്ച് പിന്നെ ഇതിന്റെ മുകളിൽ നിന്ന് നോക്കുന്ന ഒരാള്, അയാളുടെ ഉയരം തന്നിട്ടില്ല, അതുകൊണ്ട് ആളെ മാർക്ക് ചെയ്താൽ മതി. ഇവിടെയാണ് അയാൾ നിൽക്കുന്നത്. അയാൾ എന്ത് ചെയ്യുന്നു? താഴെ 30 മീറ്റർ അകലെ, 30 മീറ്റർ ഈ ബിൽഡിങ്ങിൽ നിന്ന് അകലെ ഒരു ഷോപ്പ് ഉണ്ട്. നോക്കൂ, ആ ഷോപ്പിന്റെ ഹൈറ്റ് ഒന്നും തരാത്തതുകൊണ്ട് പോയിന്റ് മാർക്ക് ചെയ്താൽ മതി. ഇതാണ് ഷോപ്പ്. ക്ലിയർ? ഇത് ഷോപ്പാണ്. എസ്. ആ ഷോപ്പിലേക്ക് കാണുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കിയിട്ട് കാണുകയാണ് എങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എങ്ങനെയാണ് അടയാളപ്പെടുത്തുക എന്നതാണ്. കീഴ്കോൺ എങ്ങനെയാണ് അടയാളപ്പെടുത്തുക? ആദ്യം നേരെയുള്ള, അതായത് ഹൊറിസോണ്ടൽ, ഇതിന് പാരലലായ ഹൊറിസോണ്ടൽ റേ വരയ്ക്കണം. ശരിയല്ലേ? അതായത് നമ്മൾ നേരെ ഇതിന് പാരലലായിട്ട് വരയ്ക്കണം. ഇതാണ് നമ്മുടെ വീക്ഷണ രശ്മി. ആദ്യം നേരെ നോക്കുകയായിരുന്നുവെങ്കിൽ പിന്നെ അയാൾ താഴേക്കാണ് നോക്കുന്നത്. അപ്പൊ ഇതാണ് താഴേക്ക് നോക്കുന്ന, അല്ലേ? ഇതാണ് ശരിയായി താഴേക്ക് ഷോപ്പിനെ കാണുന്നത്. ഇങ്ങനെയാണ് അയാൾ ഷോപ്പിനെ കാണുന്നത്. ആ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്, കീഴ്കോൺ. ഈ നേരെ നോക്കുന്നതും താഴേക്ക് നോക്കുന്നതും തമ്മിലുള്ള ആംഗിൾ ആണ്. ആ കോൺ അളവാണ് എത്ര? 25 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നത്. ഇങ്ങനെയല്ലേ ചിത്രം വരയ്ക്കേണ്ടത്? നോക്കൂ, ഈ 25 ഡിഗ്രി നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയാൽ ഇവിടെ നമ്മുടെ കളമായ ഈ മട്ടത്രികോണത്തിൽ എവിടെയും കൂടി അടയാളപ്പെടുത്തേണ്ടി വരും. ഇത് ആൾട്ടർനേറ്റ് ആംഗിൾ ആണ്. ഇവിടെയും കൂടി, അല്ലേ? മറുകോൺ. ഈ ഇവിടെയും കൂടി 25 ഡിഗ്രി അടയാളപ്പെടുത്തണം. ഇങ്ങനെ ചിന്തിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ബിൽഡിംഗ് 90 ഡിഗ്രിയിലാണ് നിൽക്കുന്നത് എന്ന് കാണിക്കണം, അല്ലേ? ഈ ആംഗിൾ അടയാളപ്പെടുത്തി. ഇനി തന്ന അളവ് വേറെ ഇതാണ്, 30 മീറ്റർ അകലത്തിലാണ്. ബിൽഡിംഗിൽ നിന്ന് ഷോപ്പിലേക്കുള്ള അകലം 30 മീറ്റർ ആണ്. ആ 30 മീറ്ററും കൂടി നമ്മൾ ചിത്രത്തിൽ അടയാളപ്പെടുത്താം. ക്ലിയർ? ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഈ ബിൽഡിങ്ങിന് ഒരു പേര് കൊടുക്കണം, അല്ലേ? ബിൽഡിംഗ് ആണ് BA. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബിൽഡിങ്ങിന്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റഫ് ഫിഗർ ആയി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? റഫ് ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ അല്ലേ? നമ്മുടെ കയ്യിൽ കളമുണ്ടോ? മട്ടത്രികോണമാണ്. നമ്മുടെ ഈ കഴിയിലൊക്കെ മട്ടത്രികോണമാണ് നമുക്ക് കളം, അല്ലേ? ആംഗിൾ ഓഫ് ഡിപ്രഷനും ആംഗിൾ ഓഫ് എലിവേഷനും പറയുന്ന, അതായത് മേൽക്കോൺ കീഴ്ക്കോൺ തരുന്ന കണക്കുകളിലെല്ലാം മട്ടത്രികോണത്തെ അടിസ്ഥാനമാക്കിയിട്ടാവും നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മട്ടത്രികോണം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു കോണും ഒരു വശവും തന്നിട്ടുണ്ടോ എന്നതാണ്. ദാ ഒരു കോൺ തന്നിട്ടുണ്ട്, ഒരു വശവും തന്നിട്ടുണ്ട്. സിമ്പിൾ ആയിരിക്കും, അല്ലേ? ഇനി നമുക്ക് ഏത് മട്ടത്രികോണം ഉപയോഗിക്കാം? മട്ടത്രികോണം BAS. മട്ടത്രികോണം BAS. അപ്പൊ നമുക്ക് ബിൽഡിങ്ങും ഇവിടെ ഷോപ്പും ഇങ്ങനെ എഴുതാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ താഴേക്ക് എഴുതിയാലും മതി. ഇവിടെ ബിൽഡിംഗ് കൊടുക്കണമെന്നില്ല. AB ബിൽഡിംഗ്, കെട്ടിടം. അതായത് S പൊസിഷൻ എന്തിനെയാണ് കാണിക്കുന്നത്? ഷോപ്പാണ്, അല്ലേ? കട, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മട്ടത്രികോണം BAS-ൽ, മട്ടത്രികോണം BAS ഇൻ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ BAS നമുക്ക് എന്ത് പറയാൻ സാധിക്കും? tan, അല്ലേ? tan ആണ് ഉപയോഗിക്കുന്നത്. എങ്ങനെ മനസ്സിലായേ? നിങ്ങൾ സൈഡും കോസും ഒക്കെ പഠിച്ചതാണ്. എങ്ങനെയാണ് tan ആണ് ഉപയോഗിക്കുന്നത്? നമുക്ക് ആവശ്യമുള്ളത് AB ആണ്, അല്ലേ? നമുക്ക് ആവശ്യമുള്ളത് AB ആണ്. നമുക്ക് തന്നിരിക്കുന്നത് AS ആണ്. AB by AS.
അതായത് എ ബി എന്ന് പറയുന്നത് ഇതിന്റെ എതിർവശമാണ്. എതിർവശം ബൈ സമീപവശം. എതിർവശം ബൈ സമീപവശം അത് എന്താണ്? tan ആണ് അല്ലേ? അങ്ങനെയാണ് നമ്മളിവിടെ tan 25 ആണ് എന്ന് മനസ്സിലാക്കുന്നത്. tan 25. ഓക്കെ, നിങ്ങൾക്ക് അറിയാത്തവർ ഇവിടെ എതിർവശം ബൈ സമീപവശം എന്ന് എഴുതിയാൽ മതി ഇതിന് പകരം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എതിർവശം ബൈ സമീപവശം ഉടനെ ഓർമ്മ വരണം tan ആണ് ഉപയോഗിക്കേണ്ടതെന്ന് കേട്ടോ. അങ്ങനെ tan 25 നമുക്കറിയാം tan 25ന്റെ വാല്യൂ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ നെക്സ്റ്റ് പേജ് നോക്കിയാൽ കിട്ടും. കണ്ടുപിടിക്കൂ. tan 25 കിട്ടിയില്ലേ? tan 25 എത്രയാണ്? 0.4663 ഈക്വൽ ടു എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. എ ബി ബൈ എ എസിന്റെ നീളം. എ എസ് എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് 30 മീറ്റർ അല്ലേ? ഇനി നമുക്ക് വളരെ സിമ്പിൾ ആണ്. എ ബി ആണ് ന്യൂമറേറ്ററിലാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ വളരെ സിമ്പിൾ ആണ് അല്ലേ? ഡിനോമിനേറ്ററിൽ കണ്ടുപിടിക്കേണ്ടി വരുമ്പോഴാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ട് വരുന്നത്. ന്യൂമറേറ്റർ എ ബി നമുക്ക് ഒഴിവാക്കേണ്ടത് ഡിവിഷൻ 30 ആണ്. 30 കൊണ്ട് ഡിവൈഡ് ചെയ്തതിനെ ഒഴിവാക്കണം അല്ലേ? 30 കൊണ്ട് ഹരണം ഒഴിവാക്കണമെങ്കിൽ 30 കൊണ്ട് ഗുണിക്കണം, മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ? അങ്ങനെയാണ് ശരിയായ നിയമം കേട്ടോ. അല്ലാതെ ഇവിടുന്ന് ഈ 30 ഓടി വന്ന് ഇവിടെ വന്നിരുന്നു എന്നൊന്നും പറയല്ലേ നിങ്ങൾ അല്ലേ? എ ബി ബൈ 30 ഒഴിവാക്കണമെങ്കിൽ ഇൻറ്റു 30 രണ്ട് ഭാഗത്തും ചെയ്യണം. ഗുണനം 30 രണ്ട് ഭാഗത്തും ചെയ്യണം. അങ്ങനെയാണ്. ഇവിടെ ഗുണനം 30 എഴുതേണ്ട ആവശ്യമില്ല, അത് ക്യാൻസലായി പോകും. അതുകൊണ്ടാണ് ഇവിടെ എ ബി എന്ന് മാത്രം എഴുതുന്നത്. എ ബി എന്ന് പറയുന്നത് എന്താണ്? 30 കൊണ്ട് ഇവിടെ ഗുണിക്കണം. 30 ഇൻറ്റു 0.4663. ക്ലിയർ അല്ലേ? ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ 4663നെ 3 കൊണ്ട് ഗുണിക്കൂ. എല്ലാവരും ചെയ്യാം. 13.9890 എന്ന് കിട്ടും അല്ലേ? അതായത് നമുക്ക് ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണ്. ഹൈറ്റ് എന്ന് പറയാം. ഇതിനെ ഒന്ന് റൗണ്ട് ചെയ്യൂ. ഏകദേശം 13.98 എന്ന് രണ്ട് സ്ഥാനം പറയുമ്പോൾ 98 വരെയാണ്. പക്ഷേ മൂന്നാമത്തെ സ്ഥാനം 9 ആണ്. 5ൽ കൂടുതലാണെങ്കിൽ ഇവിടേക്ക് ഒന്ന് കൂട്ടണം. അതായത് 13.99 എന്ന് വരും. ഒന്നുകൂടി പറഞ്ഞുതരാം. മീറ്ററിൽ പറയുമ്പോൾ 2 ദശാംശ സ്ഥാനമാണ് നമ്മൾ എഴുതേണ്ടത്. ആ 2 ദശാംശം കഴിഞ്ഞ് ആ 2 സ്ഥാനം കഴിഞ്ഞ് മൂന്നാമത്തെ സ്ഥാനത്തെ സംഖ്യ അക്കം 9 ആണ്. 9 എന്നുള്ളത് 5നേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ ഒരു 1 എന്നൊരു നമ്പർ 8നോട് കൂടി കൂട്ടണം. അതായത് ഇവിടെ 8 മാറി 9 ആകും. 13.99 എന്ന് എഴുതി നമുക്ക് അവസാനിപ്പിക്കാം. 13.99 മീറ്റർ. അതായത് ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് 13.99 മീറ്റർ. ക്ലിയർ അല്ലേ? ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 125 ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ആണ്. ലാസ്റ്റ് എക്സസൈസ് ആണ്. അതിലെ ഫസ്റ്റ് പ്രോബ്ലം ആണ്. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ മക്കളെ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് സൂര്യൻ 40 ഡിഗ്രി മേൽക്കോണിൽ കാണുന്ന സമയത്ത് ഒരു മരത്തിന്റെ ഷേഡോ നിഴലിന്റെ നീളം 18 മീറ്റർ ആണ് എങ്കിൽ ആ മരത്തിന് എത്ര ഉയരമുണ്ട് എന്നാണ് പ്രശ്നം അല്ലേ? എന്താണ്? സൂര്യൻ 40 ഡിഗ്രിയിലാണ് സൂര്യപ്രകാശം വന്ന് പതിക്കുന്നത്. 40 ഡിഗ്രിയിലാണ് ഭൂമിയിൽ സൂര്യപ്രകാശം വരുന്നത് എന്നർത്ഥം. ആദ്യം നിങ്ങൾ ഏകദേശ ചിത്രം റഫ് ഫിഗർ വരയ്ക്കാൻ കൃത്യമായി പഠിക്കണം കേട്ടോ. റഫ് ഫിഗർ തെറ്റിക്കഴിഞ്ഞാൽ ബാക്കി അതിന്റെ ആൻസർ മുഴുവൻ തെറ്റിപ്പോകും. ആദ്യം ആ ട്രീയും ബിൽഡിങ്ങും ഒക്കെ വരയ്ക്കുന്നതിന് മുൻപ് ഫ്ലോർ വരയ്ക്കണം അല്ലേ? നമുക്ക് തറ വരയ്ക്കാം. ഇതാ ഓക്കെ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ട്രീ ഉണ്ട്, ഒരു മരമുണ്ട്. മരം കൃത്യമായിട്ട് ചെരിഞ്ഞു നിൽക്കുന്ന മരമല്ല, 90 ഡിഗ്രി അടയാളപ്പെടുത്താം. ഇനി സൂര്യന്റെ പ്രകാശം, അതിന് നിഴല് എന്ന് പറയുന്നത് സൂര്യപ്രകാശം ഇവിടുന്നാണ് വരുന്നതെങ്കിൽ നിഴല് ഈ ഭാഗത്തായിരിക്കും. ശരിയല്ലേ? അങ്ങനെ സൂര്യപ്രകാശം വന്ന് പതിക്കുന്നത് 40 ഡിഗ്രിയിലാണ്. അതായത് ഇവിടെ 40 ഡിഗ്രിയാണ് എന്നർത്ഥം. ക്ലിയർ? ഇത് 40 ഡിഗ്രി ആകുമ്പോൾ ഈ ട്രീയുടെ ഹൈറ്റ് എത്ര? ഇതുവരെ നിഴലിന്റെ നീളമായിരിക്കും. നിഴല് ഇത് ഇവിടെ 1 മുതലേ സൂര്യപ്രകാശം ഉള്ളൂ. അതുകൊണ്ട് നിഴൽ ഇവിടെ ആയിരിക്കും അല്ലേ? ഷേഡോ ഇതായിരിക്കും. ശ്രദ്ധിക്കുക, ഷേഡോ ട്രീയുടെ സൂര്യപ്രകാശം വന്ന് പതിക്കുന്നത് വരെയുള്ള ഈ സ്ഥലമാണ്. ഷേഡോ ഇവിടുന്നാണ് സൂര്യപ്രകാശം വരുന്നതെങ്കിൽ ഈ ഭാഗത്ത് വരയ്ക്കണം. ഇവിടെ നിന്നാണ് സൂര്യപ്രകാശം വരുന്നതെങ്കിൽ ആ ഭാഗത്തേക്ക് ചിത്രം തിരിച്ച് അങ്ങോട്ട് വരയ്ക്കണം. ക്ലിയർ? അങ്ങനെയാവുമ്പോൾ നമ്മൾ തന്നിരിക്കുന്നത് ഈ ഷേഡോന്റെ നീളം 18 മീറ്റർ ആണ് എന്നാണ്. 18 മീറ്റർ. ഇതാണ് ഏകദേശ ചിത്രം. ഇതിനൊരു പേര് കൊടുക്കാം, എ ബി സി. ഓക്കെ, നമുക്കറിയാം എ ബി എന്നുള്ളത് ട്രീ ആണ്. എ ബി ട്രീ, മരം. അതുപോലെ ബി സി, സി ബി എന്ന് പറയുന്നത് ഷേഡോ ആണ്, നിഴലാണ് കേട്ടോ.
നിഴലാണ്. ക്ലിയർ? ഇനി നമുക്ക് ഇതിന്റെ AB എത്ര, മരത്തിന്റെ ഇതാണ് ട്രീ, നിങ്ങൾക്ക് ഇത് ട്രീ ആണ്, ഇതിന്റെ ഹൈറ്റ് എത്ര എന്നാണ് ചോദ്യം. AB കാണുക എന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആണ്. നമുക്ക് 10, 40 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്ലിയർ? ഇവിടെ നമുക്ക് അറിയേണ്ടത് ആദ്യത്തെ 40 ഡിഗ്രി മേൽക്കോണിലാണ് കാണുന്നതെങ്കിൽ ഈ മട്ടത്രികോണം ABC, നമുക്ക് ആദ്യം കളിക്കളം നമുക്ക് കയ്യിലുണ്ടോ നോക്കുക. കളിക്കളമുണ്ട്. കൂടാതെ നമുക്കൊരു ഏതാണ് കരുക്കള്, ആ മട്ടത്രികോണത്തിന്റെ ഒരു വശവും ഒരു ന്യൂനകോണുമാണ് അല്ലെ, ഒരു അക്യൂട്ട് ഏംഗിളും ഒരു സൈഡുമാണ് നമുക്ക് കയ്യിലുണ്ടാവേണ്ടത്. ഇവിടെ നോക്കൂ, ഇവിടെ 18 മീറ്റർ എന്ന് പറഞ്ഞ ഈ സൈഡ് ഉണ്ട്, അതുപോലെ ഏംഗിളും ഉണ്ട്. വളരെ സിമ്പിളായി തന്നെ നമുക്കിത് ചെയ്യാൻ സാധിക്കും കേട്ടോ. മരത്തിന്റെ ഉയരവും നിഴലും തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് ഈ കോണിന്റെ ഏത് വശം നോക്കാം, കോണിന്റെ എതിർവശവും കോണിന്റെ സമീപവശവുമാണ്. ഈ കോണിന്റെ എതിർവശവും സമീപവശവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റിലേഷൻ ഏതാണ്? റേഷ്യോ 10 അല്ലേ? അപ്പൊ 10, 40 ഏത് മട്ടത്രികോണത്തിൽ? മട്ടത്രികോണം ABCയിൽ, മട്ടത്രികോണം ABCയിൽ, റൈറ്റ് ട്രയാങ്കിൾ ABCയിൽ tan 40 ഈക്വൽ ടു tan 40 എത്രയായിരിക്കും? tan 40 ഡിഗ്രി എന്തായിരിക്കും? എങ്ങനെ കാണും? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം. ക്ലിയർ അല്ലേ? അത് എതിർവശം ബൈ സമീപവശം. അങ്ങനെയാണെങ്കിൽ ഇതാണ് എതിർവശം, 40യുടെ എതിർവശം ഇതാണ്, ഇതാണ് എതിർവശം, ഇതാണ് എന്ത്? സമീപവശം, അഡ്ജസന്റ് സൈഡ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം AB ബൈ സമീപവശം CB. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഈ ക്വസ്റ്റ്യനിൽ 10, 40 തന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ നെക്സ്റ്റ് പേജിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ട്രിഗണോമെട്രി ചാപ്റ്ററിന്റെ ലാസ്റ്റ് പേജിൽ നിങ്ങൾക്ക് ത്രികോണമിതി ബിലകൾ തന്നിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് 10, 40 കണ്ടുപിടിക്കാവുന്നതാണ് കേട്ടോ. 10, 40 0.8391. AB എന്ന് പറയുന്നത് അറിയില്ല, ഹൈറ്റ് ആണ്. CB എന്ന നിഴലിന്റെ നീളം ഷേഡോ എത്രയാണ്? 18 മീറ്റർ ആണ്, 18 മീറ്റർ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ABയുടെ നീളം കാണാൻ സിമ്പിൾ അല്ലേ? 18 ഇവിടെ ഹരണമാണ്, ഇത് ഒഴിവാക്കണമെങ്കിൽ ഇവിടെ ഗുണിക്കണം, ആ ഗുണനം ഇവിടെയും ചെയ്യണം. അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. AB ഈക്വൽ ടു 18 into 0.8391 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ മക്കളെ, 15.1038 എന്ന് കിട്ടും. ഇത് ഏകദേശം നമുക്ക് ഏത് വരെ എഴുതിയാൽ മതി? 2 പ്ലേസ് വരെ എഴുതിയാൽ മതി. മീറ്റർ ആയതുകൊണ്ട് 2 സ്ഥാനം എഴുതിയാൽ മതി. ഇവിടെ നമുക്ക് ഏകദേശം ഏതിന് ഈക്വൽ ആയിരിക്കും? 15.10 എഴുതേണ്ട ആവശ്യമില്ല, അതായത് മീറ്റർ. ഓക്കെ, അപ്പൊ അതായത് ഹൈറ്റ് ഓഫ് ദ ട്രീ, മരത്തിന്റെ ഉയരം 15.1 മീറ്റർ എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? ഫിഗർ ശരിയായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ചെയ്യാനായിട്ട് നമുക്ക് 10 എതിർവശം ബൈ സമീപവശം, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്നറിഞ്ഞാൽ മതി. ഈ ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ട് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് മാറിയിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് മറ്റൊരു റഫ് ഫിഗർ വരയ്ക്കണം. ആ റഫ് ഫിഗറിൽ ട്രീയുടെ ഉയരത്തിന് മാറ്റം വരുന്നില്ല. ആ മരത്തിന്റെ ഉയരം നമ്മൾ 15.1 എന്ന് കണ്ടുപിടിച്ചത് ഇവിടെ എഴുതുക. ക്ലിയർ? നിഴലിന്റെ നീളം അവർ തന്നിട്ടില്ല, അതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ angle of elevation മേൽക്കോൺ എത്ര ഡിഗ്രിയാണ്? 80 ഡിഗ്രിയാണ് എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ tan 80 ആണ് കാണേണ്ടത്. tan 80 മുമ്പ് പറഞ്ഞത് കാരണം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് പറയാം. tan 80 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. 80 ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ യാമിലാണ് എൻഡ് ഉണ്ടായതെങ്കിൽ അതിന് ഓപ്പോസിറ്റ് R ഉൾപ്പെടാത്ത സൈഡ് ആയിരിക്കും. ക്ലിയർ? R ഉൾപ്പെടാത്ത സൈഡ് എന്ന് പറഞ്ഞാൽ ഈ സൈഡ് അല്ല, ഇതും അല്ല, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് PQ ആണ്. ക്ലിയർ? അപ്പൊ tan 80 ഈക്വൽ ടു PQ ബൈ അഡ്ജസന്റ് സൈഡ്, സമീപവശം QR ആണല്ലോ, QR. ഓക്കെ, ഇനി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം, പെട്ടെന്ന് ചെയ്തോളൂ. tan 80യുടെ വില നിങ്ങളുടെ ബുക്കിൽ നോക്കി കണ്ടുപിടിക്കുക. tan 80 എത്രയാണ് നോക്കൂ. tan 80 5.6713 ഈക്വൽ ടു PQ എന്നുള്ളത് 15.1 ആണ് ബൈ നിഴലിന്റെ നീളം, അതായത് QR ആണ് അല്ലേ? ഓക്കെ, ഇത് പല കുട്ടികൾക്കും കുറച്ച് വിഷമം അനുഭവപ്പെടാറുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് QR ആണ് അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 15.1 ഈക്വൽ ടു QR into
5.6713. ക്ലിയർ? നിങ്ങൾ ചെയ്യുന്നില്ലേ? ഇനി ക്യു ആറിനെ നേരിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ക്യു ആർ ഈക്വൽ ടു, ഇവിടെയാണ് ഒഴിവാക്കേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഡിവിഷൻ വേണം അല്ലേ, രണ്ട് ഭാഗത്തും. 15.1 ഡിവൈഡഡ് ബൈ 5.6713. ഓക്കെ, ഇവിടെയും പല കുട്ടികൾക്കും പ്രശ്നം വരാറുണ്ട്. ഇവിടെയൊക്കെയാണ് കുട്ടികൾക്ക് ബേസിക് ഐഡിയാസ്. ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഡെസിമൽ, നമ്മൾ ദശാംശം പഠിക്കുന്നത് ഏത് ക്ലാസ്സിലാണ്? 6th അല്ലേ, 6ാം ക്ലാസ്സിലല്ലേ? 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ സംഭവം കൃത്യമായി ഈ ഒരു ആശയത്തെ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ചെറിയ ക്ലാസ്സിൽ നിന്ന് കിട്ടേണ്ട ഐഡിയാസ് നമ്മൾ പരമാവധി അവിടെ തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നെക്സ്റ്റ്, ഇത് ഒഴിവാക്കണമെങ്കിൽ ഡെസിമൽ നമ്പർ കൊണ്ട് ഹരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ രണ്ട് ഭാഗത്തും ഈ ഡെസിമൽ കളയാൻ 1, 2, 3, 4 സ്ഥാനമാണുള്ളത്. 4 സ്ഥാനമാണെങ്കിൽ നമുക്ക് 4 ടെന്നുകൾ കൊണ്ട്, 4 ടെൻ പറഞ്ഞാൽ എന്താണ്? 10,000 അല്ലേ? 1 ഇട്ട് 4 zeros. ആ 4 zeros കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുക. ഇവിടെ എന്തായിട്ടുണ്ടാവും? ഇവിടെ ഒരു 10 ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള 15 കഴിഞ്ഞ് 1 ഇട്ട് 3 0 മാത്രമേ ഉണ്ടാവുള്ളൂ. 3 0 ബൈ ബാക്കി 56,713. 56,713. ഏകദേശം നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് 1,50,000 അടുത്താണ്. ഇത് 50,000. 1,50,000 50,000 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 50 ആണെങ്കിൽ 50 × 3 ആണ് 150 വരിക. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 ഇല്ല, അതിനേക്കാൾ കുറവ് 2 point something ആവും ഇതിന്റെ ആൻസർ വരിക. അത് ആലോചിച്ച് നിങ്ങൾ ഹരിക്കാൻ തുടങ്ങണം. ഡെസിമൽ ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഹരിച്ചു കിട്ടിയോ? ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.66 മീറ്റർ എന്നാണ്. നിങ്ങൾ സ്വയം ഹരിച്ചു നോക്കുക കേട്ടോ. അതായത് ക്യു ആർ എന്ന് പറഞ്ഞാൽ നിഴലിന്റെ നീളം, ഷേഡോയുടെ നീളം അല്ലെ, ലെങ്ത് ഓഫ് ഷേഡോ 2.66 മീറ്റർ എന്നാണ് ആൻസർ വരിക കേട്ടോ. അപ്പൊ ഇവിടെയാണ് നമ്മുടെ മക്കളെ നിങ്ങൾക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ഇതേപോലെയുള്ള ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ട് അഡ്ജസന്റ് സൈഡ് കാണാൻ പറയുമ്പോഴാണ് നിങ്ങളുടെ ഈ ഒരു പ്രശ്നം വരുന്നത്. കാരണം നമുക്ക് കാണേണ്ട അളവ് ഡിനോമിനേറ്റർ ഛേദത്തിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചാൽ മതി. ക്യു ആർ കൊണ്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ ഈ 15.1നെ ഇത് കൊണ്ട് ഹരിച്ചാൽ മതി. 15.1നെ ഈ നമ്പർ കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് ക്യു ആർ കിട്ടും. ശരിയല്ലേ? ക്യു ആർ കൊണ്ടുള്ള ഹരണത്തിന് പകരം ഈ നമ്പർ കൊണ്ട് ഹരിച്ചാൽ മതി എന്ന് മനസ്സിലൊരു ഓർമ്മ നിൽക്കുക. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഗുണിച്ച് ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല. ക്ലിയർ? അപ്പൊ കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെയുള്ളത് നമുക്ക് ഡെസിമൽ മാറ്റുന്നതിനാണ് പല കുട്ടികൾക്കും തെറ്റിക്കുക. ഡെസിമൽ മാറ്റുന്നത് ശ്രദ്ധിക്കുക. എത്ര ദശാംശ സ്ഥാനമാണോ അത്രയും ടെന്നുകൾ കൊണ്ട്, അതായത് 1 ഇട്ട് അത്രയും 0 കൊണ്ട് മുകളിലും താഴെയും അംശത്തിലും ഛേദത്തിലും മൾട്ടിപ്ലൈ ചെയ്യാം. ക്ലിയർ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഹരണമാണ്. ഹരണം നന്നായി ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. നമുക്ക് എങ്ങാനും ചെറിയൊരു മിസ്റ്റേക്ക് വന്നാലും മുഴുവൻ മാർക്കും കളയില്ല. എന്നാലും നിങ്ങൾ പരമാവധി ശ്രദ്ധിച്ച് ചെയ്യാം. ഏകദേശം ഒരു ഐഡിയ ഇടുക നമ്മൾ. കാരണം 1,51,000 ഇവിടെ 56,713. ഏകദേശം നിങ്ങൾ അതിനെ ഒന്ന് റൗണ്ട് ആക്കി കഴിഞ്ഞാൽ ഇത് 1,50,000 ആവും, ഇത് 50,000 ആവും. അതായത് തീർച്ചയായിട്ടും 1,50,000നെ 50,000 കൊണ്ട് ഹരിച്ചാൽ 3 50,000 ചേർന്നാണ് 1,00,000 അല്ലേ? അപ്പൊ 3 എന്ന് കിട്ടും. ഏകദേശം ഇതിന്റെ വില ഒരു 3ന്റെ അടുത്താണ്. അതായത് നിങ്ങൾക്ക് ഒരു താഴെയാണ്, 3ന്റെ താഴെയാണ്. തീർച്ചയായിട്ടും 2 point something ആവും ആൻസർ വരിക. 2 point ആയിരിക്കും നമ്പർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക എന്നതാണ്. പല കുട്ടികളും ഹരണം കുറേ ബുദ്ധിമുട്ടി നമ്മൾ ചെയ്താലും ഇവിടെ 26.6 എന്നൊക്കെ എഴുതാൻ തോന്നും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഏകദേശം ഒരു 3ന് താഴെയാണ് വില എന്ന് ഏകദേശം ഐഡിയ ഇടാൻ പറ്റുന്ന കുട്ടികൾ അങ്ങനെ തന്നെ ചെയ്ത് ആലോചിച്ച് ആൻസറിലേക്ക് എത്തുക കേട്ടോ. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ടൈം എടുത്ത് അത് ചെയ്യുക. പേജ് 125 തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു നോക്കൂ, നന്നായി വായിച്ചു മനസ്സിലാക്കൂ. എന്താണ് അവിടെ പറഞ്ഞത്? ഒരു ഗ്രൗണ്ടിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കുന്നുണ്ട്.
ആ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? വയേഴ്സ് താഴേക്ക് കമ്പികൾ വലിച്ചു കെട്ടിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ താഴേക്ക് വലിച്ചു കെട്ടിയിരിക്കുകയാണ്. ഒരു സൈഡിലേക്കല്ല, രണ്ട് സൈഡിലേക്കും വലിച്ചു കെട്ടിയിട്ടുണ്ട് അല്ലേ? വയേഴ്സ് കമ്പികൾ ഗ്രൗണ്ടുമായി ഉണ്ടാക്കുന്ന ആംഗിൾസ് ആണ് 55ഉം 45 ഡിഗ്രിയും അല്ലേ? പിന്നെ അവിടെ എന്താ തന്നിരിക്കുന്നത്? രണ്ട് വയേഴ്സ് സ്ട്രെച്ച് ചെയ്ത് വലിച്ചു കെട്ടിയ ആ രണ്ട് വയേഴ്സിന്റെയും രണ്ട് അറ്റങ്ങൾ തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് 25 മീറ്റർ ആണ്. എങ്കിൽ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ആ ഇലക്ട്രിക് പോസ്റ്റിന്റെ ഹൈറ്റ് എത്ര എന്നാണ്. മക്കളെ എങ്ങനെയാണ് ചിത്രം വരയ്ക്കുക? ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ കിട്ടും. ആദ്യം എപ്പോഴും വരയ്ക്കേണ്ടത് ഗ്രൗണ്ട് ആണ് കേട്ടോ. ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും അതിന്റെ മേൽക്കോൺ കീഴ്ക്കോൺ കണക്കുകളിൽ ഫസ്റ്റ് വരയ്ക്കേണ്ടത് ബേസ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ? ആ ഗ്രൗണ്ട് വരയ്ക്കുക അല്ലെ? ആദ്യം ഗ്രൗണ്ട് വരച്ചു. ഈ ഗ്രൗണ്ടിൽ എന്ത് ചെയ്യണം? ഒരു ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കുന്നുണ്ട്. ഒരറ്റത്ത് കൊണ്ടിട്ടല്ല വരയ്ക്കേണ്ടത്. കാരണം രണ്ട് ഭാഗത്തേക്കുമാണ് വയേഴ്സ് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ചെയ്തു? ഒരു ഇലക്ട്രിക് പോസ്റ്റ് വരച്ചു അല്ലെ? കുത്തനെ 90 ഡിഗ്രിയാണ് നടയാളപ്പെടുത്തി. ഇനി ഇതിൽ നിന്ന് ഒരു വയർ ഒരെണ്ണം 55ഉം ഒരെണ്ണം 45ഉം ആണ്. നമ്മൾ ഇവിടേക്ക് 55 എടുക്കാൻ. ഇവിടെ 55 ഡിഗ്രിയിൽ ഒരു ആംഗിൾ ഉണ്ടായി. 55 ഡിഗ്രി ഇവിടെയാണ് ആ വയർ കൊണ്ടുവന്ന് കുത്തി നിർത്തിയിരിക്കുന്നത് ഗ്രൗണ്ടിൽ. പിന്നെ 45 ഡിഗ്രി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈ ഡിസ്റ്റൻസിനേക്കാളും കുറച്ചും കൂടി അകലേക്ക് വലിച്ചു കെട്ടിയിട്ടുണ്ടാവും അല്ലേ? ഇവിടേക്ക് വലിച്ചു കെട്ടി. ഈ ആംഗിൾ 45 ഡിഗ്രിയാണ്. മനസ്സിലായോ? ഇനി നമുക്ക് തന്നിരിക്കുന്ന ഈ അകലം, ഈ വയറിന്റെ ഈ അറ്റവും തമ്മിലുള്ള അകലമാണ്, മൊത്തം അകലമാണ് എത്ര? 25 മീറ്റർ. ഇത് മുതൽ ഇതുവരെയുള്ള അകലമാണ് 25 മീറ്റർ. ക്ലിയർ അല്ലേ? ഇത്രയല്ലേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ചിത്രത്തിന്റെ പേര് കൊടുക്കാം അല്ലേ? പോസ്റ്റിന് ഞാൻ AB എന്ന് കൊടുക്കുകയാണ്. ഈ രണ്ട് വയേഴ്സും ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കുത്തി നിർത്തിയിരിക്കുന്നത് സിയിലും ഡിയിലുമാണ്. ഓക്കെ. ഇനി നമുക്ക് എന്താണ് അറിയേണ്ടത്? ഹൈറ്റ് എത്ര എന്നാണ്. AB എന്ന ഇലക്ട്രിക് പോസ്റ്റിന്റെ ഹൈറ്റ് എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് മട്ടത്രികോണമുണ്ടോ, ഒരു കോണുണ്ടോ, ഒരു വശമുണ്ടോ? നോക്കുക. ആദ്യം അത് ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കാൻ. ഒരു മട്ടത്രികോണമുണ്ടോ? രണ്ട് കളങ്ങളുണ്ട്. അപ്പൊ രണ്ട് കളം ഉപയോഗിച്ചുള്ള കളിയാണ് ഇവിടെ നടത്തേണ്ടത് അല്ലേ? ഏതെങ്കിലും കോണുകളുണ്ടോ? ഉണ്ട്. കോണ് രണ്ടെണ്ണത്തിലും കോണുണ്ട്. പക്ഷേ രണ്ടെണ്ണത്തിലും വശമുണ്ടോ? ഏതെങ്കിലും ഒരു സൈഡിന്റെ നീളം തന്നിട്ടുണ്ടോ? ഇതിൽ ഈ സൈഡ് തന്നിട്ടില്ല, ഇതും തന്നിട്ടില്ല, ഇവിടെയുള്ള ഈ വശവും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പക്ഷേ അതിന് പകരം നിങ്ങൾക്ക് ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ഈ സിയും ഡിയും തമ്മിലുള്ള അകലം 25 ആണ്. നമ്മൾ ഒരു കാര്യം ചെയ്യാം. ഈ 45ന്റെ അടിയിലുള്ള 45 ആംഗിൾ ആണെങ്കിൽ ഈ സൈഡ് ഞാൻ എക്സ് എന്ന് എടുക്കുകയാണ്. 45x എന്നെടുത്താൽ ബാക്കി ഇതിൽ എത്ര ഉണ്ടാവും? ഇത് മൊത്തം 25 ആണ് അല്ലേ? അപ്പൊ എക്സ് ഡിസ്റ്റൻസ് ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാവും? 25. ഈ 25ൽ നിന്ന് എക്സ് ഒഴിവാക്കിയത് 25 മൈനസ് എക്സ്. ഇത്രയും ക്ലിയർ ആയോ? അതായത് എക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് രണ്ട് മട്ടത്രികോണങ്ങൾ ഉപയോഗിക്കേണ്ടി വരും ഇവിടെ ഈ പ്രോബ്ലത്തിൽ. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കാം. നമുക്ക് ആദ്യം ഈ മട്ടത്രികോണത്തെയാണോ ഈ മട്ടത്രികോണത്തെയാണോ ഉപയോഗിക്കാൻ പറ്റുക? നിങ്ങൾക്ക് എളുപ്പം ഇവിടെ 45 ഡിഗ്രി തന്നതുകൊണ്ട് ഞാൻ ഈ മട്ടത്രികോണം ആദ്യം ഉപയോഗിക്കുകയാണ് അല്ലേ? നമുക്ക് 45 30 ഒക്കെ കിട്ടിയാൽ വളരെ സിമ്പിൾ ആണ്. 30 60 45 എന്നൊക്കെ ആംഗിളുകൾ കണ്ടാൽ വളരെ സിമ്പിൾ ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാം. ഇത് ഉപയോഗിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇതാണ് ആദ്യം ഉപയോഗിക്കുന്നത്. ഏത് മട്ടത്രികോണം? മട്ടത്രികോണം ABD. മട്ടത്രികോണം ABD ആണ്. ഇൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ABD നമുക്ക് പറയാൻ പറ്റുന്നത്, നമുക്ക് നോക്കാം എന്താണ് ആവശ്യം. AB ആണ് ആവശ്യം. ABയും BDയുമാണ് കണക്ട് ചെയ്തത്. ഈ വയറിന്റെ നീളം നമുക്ക് ആവശ്യമില്ല. അപ്പൊ നമുക്ക് ആവശ്യം ABയും BDയുമാണ് കണക്ട് ചെയ്യിക്കേണ്ടത് അല്ലേ? AB എന്ന് പറയുന്നത് ഈ ആംഗിളിന്റെ എതിർവശവും ഇതിന്റെ സമീപവശം. അപ്പൊ എതിർവശവും സമീപവശവും എന്താണ്? AB by BD ആണ്. AB by BD ആണ് കാണേണ്ടത്. എതിർവശം ബൈ സമീപവശം, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 10 ആണ് അല്ലേ? അപ്പൊ 10 45 ഈക്വൽ ടു ഇങ്ങനെ.
ഇനി ഇങ്ങനെ എഴുതാതെ തന്നെ വളരെ സിമ്പിളായി നമുക്ക് എഴുതാൻ പറ്റും. ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നോക്കൂ, രണ്ട് മട്ടത്രികോണങ്ങളിൽ ഈ മട്ടത്രികോണം 45 ആയതുകൊണ്ട് ഞാൻ ഇത് ആദ്യം ഉപയോഗിക്കുകയാണ്. കാരണം നമുക്ക് 45 കിട്ടിയാൽ വളരെ സിമ്പിളാണ് അല്ലേ. ഇതൊരു 45 ആണെങ്കിൽ ഇത് 90 ആണെങ്കിൽ ഇത് തീർച്ചയായിട്ടും 45 ആയിരിക്കും. നമുക്കറിയാം ഒരു 45-നെതിരെ എക്സ് ആണെങ്കിൽ അടുത്ത 45-നെതിരെയും എക്സ് ആയിരിക്കും. സമപാർശ്വ ത്രികോണാണ്, രണ്ട് ഏങ്കിളും 45, ഇത് 45 ആണ്. ഇവിടെ 45, 45, 90 ആണ്. ശരിയല്ലേ? അതായത് സമപാർശ്വ ത്രികോണമാണ്, ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഈ 45-നെതിരെ എക്സ് എടുത്താൽ ഈ 45-നെതിരെയും എക്സ് എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോഴേ ഇവിടെ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എ ബി ഡി നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? ബി ഡി ഈക്വൽ ടു എ ബി, ബി ഡി ഈക്വൽ ടു എ ബി ഈക്വൽ ടു എക്സ് എന്ന് എഴുതാൻ സാധിക്കും അല്ലേ, എക്സ് മീറ്റർ. ഓക്കെ, ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ആവശ്യം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് കടക്കുക. ഈ മട്ടത്രികോണം, ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ എന്ത് പറയാൻ സാധിക്കും? നമുക്ക് എതിർവശവും സമീപവശവും തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് tan 55 ഈക്വൽ ടു tan 50. ഏത് ട്രയാംഗിൾ ആണ് ഉപയോഗിച്ചത്? ഇൻ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എ ബി സി, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എ ബി സി എന്താണ് പറയുന്നത് മക്കളെ? tan 55, അതായത് tan C, tan 55 ഈക്വൽ ടു എതിർവശം എ ബി ബൈ ബി സി, എ ബി ബൈ ബി സി ആണ്. അത് നമുക്കറിയുന്നത് എക്സ് ബൈ 25 മൈനസ് എക്സ് അല്ലേ. ഇനി ക്രോസ് ആയിട്ട് കുറിച്ചോക്കൂ. tan 55 വാല്യൂ എത്രയാണ് നോക്കാം. tan 55-ന്റെ വാല്യൂ എല്ലാവരും കണ്ടെത്തുക. tan 55 എത്ര കിട്ടി? 1.4281 കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഈക്വൽ ടു എക്സ് ബൈ 25 മൈനസ് എക്സ് അല്ലേ. മക്കളെ ഇനി ക്രോസ് ആയിട്ട് ഗുണിച്ചോളൂ. എന്താണ് ഈ 25 മൈനസ് എക്സ് ഒഴിവാക്കാൻ ഇവിടെയും ഗുണിക്കുന്നു, അത് ഇവിടെയും ഗുണിക്കുന്നു. അതായത് 1.4281 ഇൻറ്റു 25 മൈനസ് എക്സ് ഈക്വൽ ടു ഇങ്ങനെ ഗുണിച്ചാൽ ഇവിടെ എക്സ് എന്ന് കിട്ടും. ശരിയല്ലേ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ സാധിക്കും? ഇത് ബ്രാക്കറ്റ് നീക്കം ചെയ്യാം അല്ലേ. 1.4281 ഇൻറ്റു 25, 1.4285 this implies 1.4281 into 25 into 25 എന്താണ്? ആദ്യം 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ മൈനസ് എക്സ്, എക്സ് കൊണ്ട് 1.4281 into x, 1.4281 into x ഈക്വൽ ടു എക്സ് എന്നാണ് കിട്ടിയത്. ഈക്വൽ ടു എക്സ്. ഇത്രയും എത്തിയില്ലേ? കാൽക്കുലേഷൻ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണിത് കേട്ടോ. ഇത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയത് ഇതാണ് അല്ലേ. ഇവിടെ 4 ഡെസിമൽ പ്ലേസസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ 4 സ്ഥാനം നീക്കി പോയിന്റ് അടയാളപ്പെടുത്തുന്നു. 35.7025 ഈക്വൽ ടു 1.4281 എക്സ് പ്ലസ് എക്സ് എന്നാക്കാം. ഓക്കെ, is equal to 35.7025 equal to ഇവിടെ x രണ്ടിലും കോമൺ ഫാക്ടർ ആണ്, പൊതുഘടകമാണ്. രണ്ടിലും x ഉണ്ട് അല്ലേ. x കൊണ്ട് ഇതിനെയും ഗുണിച്ചിട്ടുണ്ട്, ഇവിടെയും ഗുണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് x ബ്രാക്കറ്റിന് പുറമെ എടുത്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 1.4281 പ്ലസ് ഇത് 1x ആണ്. 1x-ൽ നിന്ന് x കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ പലരും തെറ്റിദ്ധരിക്കും. ഇവിടെ x എന്ന് x പോന്നാൽ ഒന്നുമില്ല എന്ന് പറയരുത്. ഇവിടെ 1x ആണ്, 1x ആണ്. ആ 1x-നെ x കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 എന്ന് വരും. ക്ലിയർ? അതായത് 35.7025 ഈക്വൽ ടു x ഇൻറ്റു ഇത് എത്രയാണ്? 1 ആഡ് ചെയ്താൽ 1.4281 പ്ലസ് 1 അത് എത്രയാണ്? 2.4281. ഓക്കെ, നമുക്ക് x ആണ് കിട്ടേണ്ടത്. x ഈക്വൽ ടു ഇവിടെ ഗുണനമാണ്, അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ഹരിക്കണം അല്ലേ. ഇവിടെ ഹരിക്കണം, അതുപോലെ ഇവിടെയും ഹരിക്കണം. അതായത് 35.7025 ഹരിക്കണം 2.4281. ഇത് എത്രയാണെന്ന് കണ്ടുപിടിച്ച് നോക്കൂ. ഹരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ 35.7-നെ 2.4 കൊണ്ട് ഹരിച്ച് നോക്കൂ. 2 സ്ഥാനം വെച്ച് ഹരിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് അതാണ് ഏറ്റവും നല്ലത്.
35.70 ഹരിക്കണം 2.43. 8 ആയതുകൊണ്ട് ഒരെണ്ണം നീക്കി 4.3 ഏകദേശം എത്രയാണെന്ന് കിട്ടും. ഹരിച്ച് നോക്കൂ. 14.7 അല്ലേ? ഹൈറ്റ് ഓഫ് ദ പോസ്റ്റ് ഈക്വൽ ടു, അതായത് പോസ്റ്റിന്റെ ഉയരം എത്രയാണ്? 14.7 മീറ്റർ എന്ന് ആൻസർ എഴുതി അവസാനിപ്പിക്കുക. കാൽക്കുലേഷൻ ആണ് ഇതിൽ കൂടുതലുള്ളത് അല്ലേ? റഫ് ഫിഗർ കൃത്യമായിട്ട് വരയ്ക്കാം. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സമയമില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം. 1 മാർക്ക് നഷ്ടപ്പെടും. എങ്കിലും നിങ്ങൾക്ക് അവസാനം സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഹരിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ അവസാന ആൻസറിന് 1 മാർക്കാണ്. ഇതിൽ നിന്ന് ഇതിലേക്ക് 1 മാർക്കാണ്. ആ 1 മാർക്ക് പരമാവധി സ്പീഡിൽ ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ ഭരണം കംപ്ലീറ്റ് ആക്കുക. ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ 35.7നെ 2.4 കൊണ്ടെങ്കിലും ഹരിച്ചു നോക്കുക. അപ്പോൾ ഏകദേശം വില കിട്ടും കേട്ടോ.